പി എസ് സി അക്കൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. HSA സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും HSA സോഷ്യൽ സയൻസിന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നോട്ടിഫിക്കേഷൻ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ HSA സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ എന്തൊക്കെ സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ എടുത്തിരുന്നു. ഏകദേശം 10-15 വീഡിയോസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും ഇനി അങ്ങോട്ടും വീഡിയോസ് എടുക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തുഗ്ലക് രാജവംശത്തെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒരു ലൈക്ക് അടിച്ചതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം തുഗ്ലക് രാജവംശം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ഖിൽജി രാജവംശത്തെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈ തുഗ്ലക് രാജവംശത്തെ കുറിച്ച് പഠിക്കാം. ഡൽഹി സുൽത്താനേറ്റിലെ മൂന്നാമത്തെ രാജവംശമാണ് ഏത്? തുഗ്ലക് രാജവംശം. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിലെ മൂന്നാമത്തെ രാജവംശമാണ് മൂന്നാമത്തേത്. ഖിൽജി വംശത്തിന് ശേഷം ഡൽഹി അധികാരം നേടിയത് തുഗ്ലക് വംശത്തിന്റെ കീഴിലാണ്. അപ്പോൾ ഖിൽജി വംശത്തിന് ശേഷമാണ് എന്ത് വരുന്നത്? ഈ തുഗ്ലക് വംശം അധികാരത്തിൽ എത്തുന്നത്. ഇനി തുഗ്ലക് വംശം സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1320 തുഗ്ലക് രാജവംശം സ്ഥാപിതമാകുന്നത്. ഗിയാസുദ്ദീൻ തുഗ്ലക് ആരെ വധിച്ചാണ് തുഗ്ലക് വംശം സ്ഥാപിക്കുന്നത്? ഖുസ്രു ഖാനെ വധിച്ചിട്ടാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് ഈ തുഗ്ലക് രാജവംശം സ്ഥാപിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് കേട്ടോ തുഗ്ലക് രാജവംശം. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചിരുന്നത് ഏത് വംശമാണ്? തുഗ്ലക് രാജവംശമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കാൻ പോകും തുഗ്ലക് രാജവംശത്തിന്റെ ഒരു കാലഘട്ടം 1320 മുതൽ 1414 വരെ ഡൽഹി ഭരിച്ചിരുന്നത് തുഗ്ലക് രാജവംശമായിരുന്നു. ഇനി അതിനകത്ത് ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ തുഗ്ലക് രാജവംശം എന്താണെന്ന് നമ്മൾ നോക്കി. ഖിൽജി വംശത്തിന് ശേഷം ഡൽഹി ഭരിച്ചിരുന്ന വംശമാണ് തുഗ്ലക് വംശം. 1320 സ്ഥാപിതമായത്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചതും തുഗ്ലക് വംശമാണ്. ഇനി നമ്മൾ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച് നോക്കാം കേട്ടോ. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം ഗാസി മാലിക് എന്നാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോകുന്ന ആരെ കുറിച്ചിട്ടാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1320 മുതൽ 1324 വരെയാണ് ഈ ഒരു തുഗ്ലക് രാജവംശത്തിന്റെ രാജാവായിട്ട് ആരിരുന്നത്? നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക് ഇരുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഗാസി മാലിക് എന്നാണ്. എന്താണ്? ഗാസി മാലിക് എന്നാണ് ഈ ഒരു ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച തുഗ്ലക് ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. അതുപോലെ തന്നെ കാകതീയ രാജാക്കന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ട തുഗ്ലക് ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ച നഗരമാണ് തുഗ്ലക്കാബാദ്. തുഗ്ലക്കാബാദ് ആര് പണി കഴിപ്പിച്ചതാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് പണി കഴിപ്പിച്ചതാണ്. അപ്പൊ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന തുഗ്ലക് നാമ കൃതി രചിച്ചു. തുഗ്ലക് നാമ എന്ന് പറയുന്ന ആരെ? ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്ന കൃതിയാണ് ഏത്? തുഗ്ലക് നാമ. തുഗ്ലക് നാമ. ഈ തുഗ്ലക് നാമ ഈ തുഗ്ലക് നാമ രചിച്ചത് അമീർ ഖുസ്രു ആണ്. അപ്പൊ നമ്മൾ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച് നോക്കി. ഇനി നമുക്ക് അടുത്തൊരു വ്യക്തിയെ കുറിച്ച് നോക്കാം കേട്ടോ. അതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1324 മുതലാണ്. 1324 മുതൽ 1351 വരെ. അപ്പോ 1320 മുതൽ 24 വരെ ഗിയാസുദ്ദീൻ തുഗ്ലക്കും. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് തുഗ്ലക് രാജവംശം ഭരിക്കുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടം 1324 മുതൽ
1351 വരെയാണ് കേട്ടോ. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക്, അതായത് ദേവഗിരി എന്ന് പറഞ്ഞാൽ ദൗലത്താബാദ് ആണ് കേട്ടോ, ദേവഗിരിയിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ 23 പ്രവിശ്യകളായി, ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ 23 പ്രവിശ്യകളായിട്ട് തരംതിരിച്ച ഭരണാധികാരിയാണ്. ഇതിൽ 23ാമത്തെ പ്രവിശ്യ എന്ന് ചോദിക്കുവാണെങ്കിൽ ദേവഗിരിയാണ് കേട്ടോ. ഇത് 23 പ്രവിശ്യ തിരിച്ചിരുന്നു, അതിൽ 23ാമത് പ്രവിശ്യ എന്ന് പറയുന്നത് ദേവഗിരി ആയിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക് രാജ്യസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയത് 1327 മുഹമ്മദ് ബിൻ തുഗ്ലക് തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയത് എന്നാണ്? 1327 കൂടി ഓർക്കുക. അപ്പോ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും ദേവഗിരിയിൽ നിന്ന് എങ്ങോട്ടേക്കും ഡൽഹിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹം ഈ ഒരു തുഗ്ലക് രാജവംശത്തിന്റെ അധികാരത്തിൽ വരികയും അദ്ദേഹം അവിടെ കുറച്ചു കാലം ഭരിച്ചപ്പോൾ അദ്ദേഹം തോന്നി ഡൽഹി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തുഗ്ലക് രാജവംശ തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അങ്ങനെ ദേവഗിരിയിലേക്ക് ഈ രാജാവും പടകളും പ്രജകളും എല്ലാം കൂടി ദേവഗിരിയിലേക്ക് പോവുകയും ദേവഗിരിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡൽഹിയിലേക്ക് മറ്റുള്ള ശത്രുക്കൾ നുഴഞ്ഞു കയറുന്നു പറഞ്ഞ അദ്ദേഹം ദേവഗിരി ഇനി വേണ്ട, ദേവഗിരി നിന്നിട്ട് കാര്യമില്ല, അതായത് ദൗലത്താബാദ് നിൽക്കണ്ട, വീണ്ടും ഡൽഹിയിലേക്ക് സ്ഥാനം മാറ്റാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും കൂടി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. ആ മുഹമ്മദ് ബിൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരമാണ് ജഹൻപാന. ജഹൻപാന പണി കഴിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെന്ന് ഓർക്കുക. അതുപോലെ കൃഷി വകുപ്പ് ആരംഭിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇന്ത്യയിൽ ആദ്യമേ ടോക്കൺ കറൻസി കൊണ്ടുവന്ന അദ്ദേഹമാണ്. സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ കൊണ്ടുവന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക് ഒക്കെയാണ് കേട്ടോ. ഇനി ഇബ്നു ബത്തൂത്തയെ ചൈന അംബാസിഡറായി നിയമിച്ച ഭരണാധികാരി, ഇബ്നു ബത്തൂത്തയെ ചൈനയിലെ അംബാസിഡറായിട്ട് നിയമിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇനി നമുക്ക് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് നോക്കാം കേട്ടോ. ഫിറോസ് ഷാ തുഗ്ലക്. ഈ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1351 മുതൽ 1388 വരെയാണ്. 88 വരെ ഭരിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഫിറോസാബാദിനെ സംരക്ഷിക്കുന്നതിനായി ഫിറോസ് ഷാ തുഗ്ലക് പണി കഴിപ്പിച്ച കോട്ടയാണ് ഫിറോസ് ഷാ കോട്ട്ല. അപ്പൊ ഫിറോസ് ഷാ കോട്ട്ല പണി കഴിപ്പിച്ചത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. അതുപോലെ തന്നെ മീറ്ററിൽ നിന്നും തോപ്രയിൽ നിന്നും 2 അശോക സ്തംഭങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടെത്തിച്ച ഭരണാധികാരി കൂടിയാണ് ഇദ്ദേഹം. തുഗ്ലക് വംശത്തിലെ അവസാന ഭരണാധികാരി നസറുദ്ദീൻ മുഹമ്മദ് ആണ് കേട്ടോ. തുഗ്ലക് ഭരണത്തിലെ അവസാന ഭരണാധികാരി ആരാണ്? നസറുദ്ദീൻ മുഹമ്മദ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം തുഗ്ലക് വംശം ഭരിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഈ തുഗ്ലക് വംശം ഭരിച്ചത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഖലീഫയുടെ പ്രതിപുരുഷനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താൻ. ഖലീഫയുടെ പ്രതിപുരുഷനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താൻ കൂടിയാണ് ഈ ഫിറോസ് ഷാ തുഗ്ലക്. സർക്കാർ നിർമ്മിച്ച കനാലുകളിൽ നിന്ന് കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിന് ജലനികുതി ചുമത്തിയ സുൽത്താൻ. സർക്കാർ ആരംഭിച്ചിട്ടുള്ള കനാലിൽ നിന്ന് കൃഷിക്ക് ആവശ്യമായ വെള്ളം എടുത്ത ആ വെള്ളത്തിന് നികുതി ഏർപ്പെടുത്തിയ വ്യക്തിയാണ്. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ തുടങ്ങിയ വ്യക്തിയും അതുപോലെ ഇന്ത്യയിൽ വിപുലമായി കനാൽ സംവിധാനം കൊണ്ടുവന്ന ഫിറോസ് ഷാ തുഗ്ലക് ആണ്. കുത്തബ് മീനാറിന്റെ 4ാം നില തകർന്ന 4ാം നിലയിലെ പുനർനിർമ്മിച്ച ഭരണാധികാരി. കുത്തബ് മീനാറിന്റെ 4ാം നില ഇടിമിന്നലേറ്റ് തകർന്നപ്പോ അത് പുനർനിർമ്മിച്ചത് ആരാണ്? അത് ഈ ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന മതനികുതി ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ്. അതുപോലെ ദാരിദ്ര്യ ജനങ്ങൾക്ക് ദിൻ ഉൽ ഷിഫ എന്ന പേരിൽ ധർമാശുപത്രി സ്ഥാപിക്കുകയും ഡൽഹി സുൽത്താനേറ്റിലെ പ്രതിഭാശാലിയായ അവസാന സുൽത്താൻ കൂടിയാണ് ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു? നസറുദ്ദീൻ മുഹമ്മദ് ആണ്. ഡൽഹി സുൽത്താനേറ്റിലെ പ്രതിഭാശാലിയായ അവസാന ഭരണാധികാരി ചോദിക്കുവാണെങ്കിൽ അത് ഫിറോസ് ഷാ തുഗ്ലക്കുമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് നോക്കിയത്? നമ്മുടെ രാജവംശത്തെ കുറിച്ച്, തുഗ്ലക് രാജവംശത്തെ കുറിച്ച് നോക്കിയില്ലേ? തുഗ്ലക് രാജവംശം എന്താണ്? 1320 സ്ഥാപിതമായിട്ടുള്ള രാജവംശമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ 3ാമത്തെ രാജവംശമാണ്. ഖിൽജി വംശത്തിന് ശേഷം അധികാരത്തിൽ വന്ന രാജവംശമാണ്
പിന്നെ അതിൽ പ്രധാനമായിട്ട് ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ചും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചും അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിപ്പോയത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. അപ്പൊ HSC സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ, ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണുന്ന എല്ലാവരും HSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന HSC സോഷ്യൽ സയൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.